Press the bell icon on the YouTube app and never miss another update. പറയില്ല എപ്പം തീരുന്നു പറയാൻ പറ്റില്ല. വെറുതെ വെയിറ്റ് ചെയ്യുന്നതാണ്. Shout out to Rotationals. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. എല്ലാ പ്രശ്നങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. എല്ലാം പ്രശ്നം അല്ലേ? ഡബ് ചെയ്യുന്നു, ഷൂട്ടിംഗ് തുടങ്ങുന്നു, എല്ലാം സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അല്ലല്ല, അതൊക്കെ അവര് സംസാരിക്കും. ഇനി പ്രൊഡ്യൂസർ അസോസിയേഷൻ സംസാരിക്കും. പിന്നെ തീർച്ചയായിട്ടും ലാലേട്ടന്റെ നേരത്തിൽ സംസാരിക്കും. ഒരു വാങ്ങിയിട്ടുള്ള കണക്കൊക്കെ നോക്കിയതിന് ശേഷം ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇനിയിപ്പം പ്രൊഡ്യൂസേഴ്സുമായിട്ട് ലാലേട്ടനല്ല, എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്യും. ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഡിസ്കസ് ചെയ്ത് അല്ലല്ല, അത് ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടേ ഉള്ളൂ. ഉല്ലാസത്തിൻ്റെ ഡബിങ്ങും തീർത്തു കൊടുക്കും. മറ്റ് 2 പടങ്ങളും ഷൈനെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിച്ചു കൊടുക്കും. പടങ്ങളും 3 പടമാണല്ലോ പെൻഡിങ് ഉള്ളത്. ആയിട്ടില്ല. അതിനിപ്പോൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം. അവർ എത്രയാണ് കൊടുക്കുകയാണെന്ന് അവർ പറയണതും എത്രയാണ് കിട്ടുകയാണെന്നുള്ളത് ഷൈൻ പറയണതും കൂടെ കേട്ടതിന് ശേഷം ഒരു അത് ഫർദർ ഡിസ്കഷന് ശേഷം അതിനെപ്പറ്റി ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. പ്രശ്നങ്ങൾ തീർന്നു തന്നെ പറയാം. കാരണം തീർക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ മീറ്റിംഗ്. അപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ ആ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് ഷൈനിങ്ങും ഞങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിർമ്മാതാക്കളുമായിട്ട് സംസാരിച്ച് നിർമ്മാതാക്കളുടെ സംഘടനയായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഇനി അതിൻ്റെ ഒരു സൊല്യൂഷനെ പറ്റിയിട്ട് പറയാൻ പറ്റുള്ളൂ. ബാർഗൈനിങ് അല്ല, അതിൻ്റെ സ്ഥിതിഗതികൾ അറിയട്ടെ.
എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ബാർഗൈനിങ് എന്നല്ല അതിന് പറയേണ്ടത്, അത് രമ്യതയിൽ തീർക്കണം. അത് എന്തായാലും അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂ ഒരു വലിയ വിഷയമാവില്ല. അത് നമുക്ക് പറഞ്ഞ് തന്നെ സോൾവ് ചെയ്ത് പിന്നെ അത് ഡബിങ് എത്രയും പെട്ടെന്ന് നടത്തണം. ബാക്കി നിന്നുപോയ പടങ്ങളുടെ ഷൂട്ടിങ്ങും പെട്ടെന്ന് തന്നെ നടത്താനുള്ള തീരുമാനങ്ങളുണ്ടാവും. ഞങ്ങൾ യോഗം തീർന്നു, ഷൈനായിട്ട് സംസാരിച്ചു. ഷൈനെ പറയാനുള്ളതൊക്കെ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പറയാനുള്ളതൊക്കെ ഷൈനോട് പറഞ്ഞു. ഷൈൻ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഉറപ്പ് തന്നിട്ടുണ്ട്. അത് പ്രകാരം പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ഒരു ഒഴിവ് നോക്കിയിട്ട് അവരുമായിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അല്ല, എല്ലാം ചർച്ചയിൽ വരും. അത് അമ്മ എന്ത് നിർദ്ദേശിക്കുന്നോ അത് അദ്ദേഹം അനുസരിക്കാമെന്ന് വളരെ സ്നേഹത്തോടെ ഷൈൻ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അമ്മ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ നോക്കിയിട്ട് ന്യായമായി, രണ്ടുപേർക്കും ദോഷമില്ലാത്ത രീതിയിൽ ന്യായമായിട്ട് ഞങ്ങൾ അമ്മയുടെ പ്രതിനിധികളെ ബാബുവിൻ്റെ നേതൃത്വത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ സൗകര്യം ചോദിച്ചിട്ട് അവരുമായിട്ട് സംസാരിക്കും. പ്രശ്നങ്ങൾ നല്ല നിലയിൽ തീരുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഒന്നുമില്ല. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി, അവൈലബിൾ ആയിട്ടുള്ള മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും കൂടി പ്രൊഡ്യൂസേഴ്സുള്ള ചർച്ചയിൽ പങ്കെടുക്കും. 90% അംഗങ്ങളും പ്രസന്റ് ആയിരുന്നു. ഇപ്പോൾ ഷെയ്നുമായിട്ട് ഇൻ റൈറ്റിങ്ങും ഓറലിയും ഷെയ്ൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അമ്മ എടുക്കുന്ന ഏത് ഡിസിഷനും ഷെയ്നിന് ഓക്കെ ആണെന്നുള്ളത്. അതനുസരിച്ച് അമ്മയുടെ മെമ്പർ എന്ന നിലയിൽ ഷെയ്നിൻ്റെ ഇൻട്രസ്റ്റ് കൂടെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സിന് ഹാമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അമിക്കബിൾ സെറ്റിൽമെൻ്റ് ആണ്. ആര് ജയിക്കുന്നു ആര് തോക്കുന്നു എന്നുള്ളതല്ല, അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ എത്തുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിൻ്റെ ഇനിഷ്യേറ്റീവായിട്ട് ഗണേശനും ബാബുവും മോഹൻലാലിൻ്റെ സൗകര്യമുണ്ട്, അദ്ദേഹവും ഒക്കെ തന്നെ ഈ കോംപ്രമൈസ് ചർച്ചകളിൽ പങ്കെടുക്കും. ഇൻ റൈറ്റിംഗ് ഓറലിയും പറഞ്ഞു. അല്ലാതെ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ഈ 3 ചിത്രങ്ങളുടെ കാര്യത്തിൽ അമ്മ പറയുന്ന അനുസരിച്ച് വളരെ അമ്മ എന്ത് പറയുന്നു അതനുസരിച്ച് സെറ്റിൽ ചെയ്യാമെന്ന് ഷൈൻ എഴുതി തന്നിട്ടുണ്ട്. അത് നമ്മൾ ശ്രമിക്കുമല്ലോ, വിലക്ക് നമ്മളത് പ്രശ്നങ്ങൾ തീർക്കാൻ വിലക്കല്ല, പ്രശ്നങ്ങൾ തീർത്ത് സ്മൂത്തായിട്ട് ആ സിനിമകളുടെ വർക്ക് തീർക്കാൻ, ഈ 3 സിനിമയുടെയും വർക്ക് തീർക്കാൻ. എന്തോ ഇല്ല, അത് ചർച്ച കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, ബാനല്ല, ചർച്ച കഴിഞ്ഞ് അവർ സഹകരിക്കും തീർച്ചയായിട്ടും. ഞങ്ങളുടെ അടുത്ത് അമ്മ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടുണ്ട്, അമ്മ സംസാരിച്ചിട്ട് അമ്മ അതിനകത്തൊരു ഉറപ്പ് തന്നാൽ ഷൈൻ്റെ കാര്യം സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മീഡിയയോട് അവർ പറഞ്ഞ അതാണല്ലോ. അല്ല, അതൊക്കെ പ്രൊഡ്യൂസറുമായിട്ട് സംസാരിക്കുമ്പോൾ പ്രശ്നം തീർക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ പ്രശ്നം സംസാരിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ സംഘടനയുടെ ആൾക്കാരാണ്. അമ്മയുടെ ആൾക്കാർ പ്രൊഡ്യൂസേഴ്സുമായിട്ട് സംസാരിക്കും. എന്നിട്ട് ഷൈനെയും കൂടെ ഒരു ടേബിളിൽ കൊണ്ടുവന്നിട്ട് സ്നേഹത്തോടെ അത് തീർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷൈനെ ഏതായാലും ഷൈനൊരു അമ്മയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, അസോസിയേഷനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ എന്ത് പറയുന്നു അത് കേട്ട് ചെയ്തുകൊള്ളാമെന്ന് ആ കുട്ടി സമ്മതിക്കുമ്പോൾ പിന്നെ അയാൾക്ക് വേണ്ടി ഞങ്ങൾ മാന്യമായ ഒരു ചർച്ച ഉണ്ടാവും. അതിനകത്ത് പൈസയുടെ തർക്കം ഒന്നുമല്ല. മലയാളത്തിലെ പുതുതലമുറയിലെ ആക്ടേഴ്സ് പല ആളുകളും ലഹരിയിൽ അടിമകളാണെന്ന് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തന്നെ പറഞ്ഞിരുന്നു. അതിന് അമ്മ എന്താണ് നടപടി? ഇല്ല, അതിനെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്തില്ല. അതിനെക്കുറിച്ച് ചർച്ചയുണ്ടായി. അവരനുഭവമായിരിക്കും, വ്യക്തിപരമായ അനുഭവമായിരിക്കും. പക്ഷെ അത് അമ്മ സ്വീകരിക്കുന്നില്ല ആ വിഷയത്തിൽ. അതല്ല ഇപ്പോഴത്തെ സബ്ജക്റ്റ്. തുടങ്ങുക എന്നുള്ളതാണ്. അതിനുശേഷമാണല്ലോ മറ്റുള്ള ഇല്ല, അത് അവരുടെ കാര്യമാണ്. ഞങ്ങൾ അത് സംസാരിക്കും. അതൊക്കെ അവരുടെ കാര്യങ്ങൾ, വികാരങ്ങളല്ല എല്ലാവരുടെയും. നാളെ അത് തീരും. അതൊക്കെ ഈ 3 സിനിമയുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ ഷെയ്നുമായിട്ട് അവർ സംസാരിച്ച് തീർത്തോളും. അത് കുഴപ്പമില്ല. അത് ഈ സബ്ജക്റ്റ്, ഈ 3 സിനിമയാണ് ഇപ്പം പ്രശ്നം. ആ സിനിമ മാന്യമായിട്ട് തീർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അമ്മ നടത്തും. ഷൈനെ പോലെ ഒരു ചെറുപ്പക്കാരൻ സിനിമയിൽ അഭിനയിക്കുന്ന ആ കുട്ടിക്ക് ഉള്ള നല്ല ഭാവിയുള്ള കുട്ടിയാണ്. അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയിരിക്കാനുള്ള എല്ലാ പരിശ്രമവും അമ്മ നടത്തും. ഞങ്ങളുടെ മെമ്പറാണ്, ഞങ്ങളത് നോക്കും. പക്ഷെ ആരും ജയിക്കുന്നില്ല, ആരും തോക്കുന്നുമില്ല. അല്ല, അതെല്ലാം കഴിഞ്ഞ കാര്യം, അതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പം അതെല്ലാം കഴിഞ്ഞു. ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴൊരു പുതിയ ഒരു വൈറ്റ് പേപ്പറിൽ മാന്യമായിട്ട് സ്നേഹത്തോടെ ആ കുട്ടിയുടെ ബുദ്ധിമുട്ടുകളും ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ ബുദ്ധിമുട്ടും പരിഹരിച്ച് നമ്മൾ മുമ്പോട്ട് പോകും. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ഒരു കുട്ടിയല്ലേ, അതിനെ നമ്മൾ വീണ്ടും പഴയ കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ നശിപ്പിക്കണം, ഭാവി നശിപ്പിക്കണ്ടല്ലോ. നമുക്ക് അതൊക്കെ പൂർത്തിയാക്കും. അസോസിയേഷനായിട്ട് ചർച്ച ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. അമ്മയുമായി സംസാരിക്കില്ല എന്ന് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞിട്ടില്ല. ഷൈനോട് സംസാരിക്കുന്നില്ലെന്നേ പറഞ്ഞുള്ളൂ. അമ്മ സംസാരിക്കാൻ തീരുമാനിച്ചല്ലോ. ആ ഒരു പ്രശ്നമില്ല. ഈ പ്രശ്നം വരും ദിവസങ്ങളിൽ വളരെ ശാന്തമായി തീരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പ്രൊഡ്യൂസറായിട്ട് സംസാരിച്ചിട്ട് ഇത് മാന്യമായിട്ട് തീർക്കാൻ അമ്മ ശ്രമിക്കും. അമ്മ അത് സെറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞങ്ങളുടെ ഒരു മെമ്പറല്ലേ, ഞങ്ങൾ കൊച്ചുകുട്ടിയല്ലേ, ഉപേക്ഷിക്കാം. ഓക്കെ, താങ്ക് യു.